ചേട്ടാ, കാമധേനു ലോട്ടറി റിസൾട്ട്സ്. ഒന്നാം സമ്മാനം 70 ലക്ഷം രൂപ. അയ്യോ, കോക്കുവിന്റെ ജീവിതം മാറി മറിയോ? ഒന്നാം സമ്മാനം 70 ലക്ഷം രൂപ. രണ്ടാം സമ്മാനം 10 ലക്ഷം രൂപ. 5000 രൂപ ഉണ്ടല്ലോ, 9767. ഞാൻ 97, 92, 99 ഉണ്ട്. 5000 പോയി. രൂപ ഇല്ലല്ലോടാ. 500 ഇല്ലല്ലോടാ. 100 അതുമില്ല. അപ്പൊ എന്നാലേ സൂക്ഷിച്ചു വെച്ചോ. അടുപ്പിലിട്ട് കത്തിക്കാം. അച്ഛന്റെ കടോ? അതറിഞ്ഞില്ല. സഹൃദയരെ സുഹൃത്തുക്കളെ, 10000 രൂപ, 1000 രൂപ പലിശ കൂടി ചേർത്ത് 2 മാസത്തെ ഞാൻ വീട്ടിൽ ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾ വിശ്വസിക്കില്ല. അച്ഛനോട് ചോദിക്കുന്നു ശ്രീ. അവിടെ അതാക്കണ ഇപ്പൊ ഒരു അടി ഉണ്ടാവും കേട്ടോ. അച്ഛാ, ഒന്നത് വഴി വരുമോ? ഒന്ന് വാ. എനിക്ക് 10000 രൂപ അടിച്ചിട്ടുണ്ട് ലോട്ടറി. ഞാൻ എത്ര രൂപ തന്നു മൊത്തം? 10. അപ്പൊ 11,000 തന്നോ? ഞാൻ 10. അച്ഛൻ ലോട്ടറി എടുത്തുണ്ടോ? അച്ഛൻ എത്ര ഉണ്ട്? ഇങ്ങോട്ട് വാ, നോക്കട്ടെ വാ. എന്താ കടിച്ചതിനേക്കാൾ വലുതാണല്ലോ പിടിച്ചത് അല്ലേ? അച്ഛൻ നോക്കട്ടെ വാ വാ വാ. എന്താ ഉള്ളത് നോക്കട്ടെ. ഇവിടത്താ പൈസ തിരിച്ചു വാങ്ങും ചെയ്തു. ഇനിപ്പെട്ട കോൾക്കട്ട ലോട്ടറി അടിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ അവസ്ഥ, ഞാൻ ആ റോട്ടിലാടി അപ്പൊ ഞാൻ വേഗം പോയിട്ട് ലോട്ടറി എടുത്തോടെ നോക്കട്ടെ. അതിന്റെ റിസൾട്ട് നോക്കട്ടെ. അല്ല വിശ്വാസമല്ലാതെ ഞാൻ നോക്കി തരാം. ഇവിടത്താ എത്ര ഉണ്ട്? എന്തുണ്ടോ? ഇങ്ങോട്ട് താച്ച, ഞാൻ നോക്കട്ടെ. വെളിച്ചത്തേക്ക് താ. 7 കോടി ലക്ഷമൊക്കെ എന്തൊക്കെയാക്കോ പറയണേ. Congratulations, you got the lottery for 70 ലക്ഷം. ഞാൻ നിർമ്മല. അച്ഛനേതാ? ഞാൻ കാരുണ്യ പ്ലസ്. ഞാൻ ഇന്നലെ ഓടി പോയി എടുത്താ. ഇവിടെ താച്ച, ഞങ്ങള് നോക്കാം. നിങ്ങൾക്ക് എന്താ ഞങ്ങളെ വിശ്വാസല്ലേ? അച്ഛ അതിനൊന്നും അടിച്ചിട്ടില്ലെങ്കിൽ തന്നോ. ഈ പച്ചരങ്ങാനത് അടിച്ചു കഴിഞ്ഞാല് എനിക്കത് വിഷമാവും. ചിക്കോ, അച്ഛനോട് പറഞ്ഞ കേട്ടോ, അച്ഛനെങ്ങാനത് അടിച്ച ഓക്ക് വിഷമാവുന്നു. വെറുതെ അല്ല കേട്ടോ ഈ വീട്ടിലടിക്കാത്ത ലോട്ടറി. അതൊന്നല്ല സത്യം. ഞാൻ അടുത്തതല്ല. നിങ്ങളൊക്കെ ഈ ലോട്ടറി ആയിട്ട് നടക്കുന്നത്. അമ്മയ്ക്ക് പേടിയുണ്ട്. അമ്മയാണ് പോയി ഇന്നലെ എടുത്തു കൊടുത്തത് ലോട്ടറി. ആണോ? അമ്മ എടുത്താ? എനിക്കും കൂടെ വേണ്ടിട്ട് കേട്ടോ. എവിടെ റിസൾട്ട്? എവിടെ? ഒന്നുമില്ല. എല്ലാരും ലോട്ടറി അക്കൂര് കൊടുത്തിട്ട് പോയി. ചിക്കോതാ അക്കുവിന്റെ കയ്യില്. അച്ഛൻ നോക്കിയാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ പിടിച്ചോ. അതല്ല എന്റെ കയ്യില്. ഇതാണത്. 99. 26-ന് 100 രൂപ ഉണ്ടായിരുന്നു അച്ഛാ. തീരുമാനമായില്ലേ? അപ്പം ലോട്ടറി റിസൾട്ട്സ് തീരുമാനമായിരിക്കുന്നു. അടുത്ത ലോട്ടറി ആണോ അതോ ഇനി എടുക്കൂലേ? എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇനി എടുക്കാൻ. കുടുംബം വെളുക്കട്ടെ. ലോട്ടറി എടുത്തിട്ടല്ലേ?
ആ ആ കൊക്കില്ല. അമ്മയ്ക്ക് അമ്മയ്ക്ക് ആ മാത്രം ആർക്കും തരൂല, ബാക്കിയുള്ളവരെല്ലാരും അച്ഛനില്ലടാ, കണ്ടു. ഇത് കണ്ടോ? ആ ഇത് കണ്ടോ? ആ ഇത് കണ്ടോ? എന്താ മുന്തിരിത്തൈ അയ്യടാ, 450 രൂപ കൊടുത്ത് വാങ്ങിയ ഈജിപ്ഷ്യൻ ഫിഗ് ആണിത്. 200 അച്ഛൻ്റെ അടുത്തുനിന്ന് ഷെയർ ഇടാൻ പറഞ്ഞു. ഈ വീട്ടിലൊരു ഫിഗ് വളർന്ന അതിന്റെ മെച്ച അച്ഛനും കൂടിയല്ലേ. അങ്ങനെ ഞങ്ങൾ ഷെയർ ഇട്ട് വാങ്ങിയ ഞങ്ങളുടെ ഫിഗ് ആണിത്. കൊള്ളാം. അത്തിപ്പഴം ഏറ്റവും കൂടുതൽ ഗുണയിക്കാണ്. നല്ല മധുരമുള്ള പഴമായിരിക്കും. എന്നിട്ടും ഞാനായത് 100 ഷെയർ ഇട്ട്. 100 ഷെയർ ഇട്ടുള്ളൂ. അപ്പൊ എത്ര ഇതിന് വില? കറക്റ്റ് വില എത്രയാ? അല്ല 100 അല്ല 200 അല്ലേ അച്ഛട്ടത്? ആ ഞാൻ ഇടുന്നത്. പോരെ, 300 ആക്കണം. അയ്യൻ അങ്ങനെ 300 ഒന്നും ആക്കണ്ട. ഞാൻ ബാക്കി ഞാനട്ടത്. ഇതിപ്പോ വളരുവോ? എവിടെ വളരും? ആ വന്ന് പിറ്റേന്ന് തന്നെ അതിന്റെ തല ഒടിഞ്ഞു. എങ്ങനെ? അപ്പൊ ഞാൻ വിചാരിച്ച 450 പോയിന്ന്. പക്ഷെ ബ്രേവ് ബോയ് വീണ്ടും അതിനെ അടിച്ചോടിക്കല്ലേ? അല്ല, ഇത് ഞാൻ വളർത്തുന്നതാ. അത് പോയാണ് ഇത് വളരണമെങ്കിലേ എങ്ങനെ അറിയാം? ഏ? ഇത് പോയാണ് ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ ലേശം വെള്ളം ഒഴിക്കണം. ആ പോയാണെങ്കിൽ മഴക്കാലായോണ്ട് വെള്ളം വേണ്ടി വരില്ല അച്ഛാ. അല്ല, മഴക്കാലം കഴിഞ്ഞാൽ വേനൽ വരുമല്ലോ. പൈസ പോയി കാര്യം ചിക്കു എന്നോടാണ് ആഴ്ചയിലോ മാസത്തിലോ ഇത്തിരി വെള്ളം ഒഴിക്കണമെന്ന്. അതിന് വെള്ളം ഒഴിക്കാൻ അച്ഛണ്ടല്ലോ ഇവിടെ. ആ, അതാണ്. ഇത് ഞാൻ വളർത്തുന്നാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിയല്ലോ. ബ്രേവ് ബോയ്, പാവം ബ്രേവ് ബോയ്. വളർന്നാ നിന്റെ ഗതി അധോഗതിയാണ്. അതിനെ നിരുത്സാഹപ്പെടുത്തി തളർത്തി വളർച്ചയിൽ നിന്ന്. ഇല്ല, അങ്ങനെയൊക്കെ കേട്ടാലേ അവരൊക്കെ വളരുള്ളൂ. കേട്ടിട്ടില്ലേ? പേടിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ കായ്ക്കുന്നു. ആണോ? ആ. അതുപോലെ വളർത്തിയത് ആ. അതുപോലെയാണ് കോക്കോ വളർത്തിയത്. കോക്ക് അങ്ങനെ വളർത്തിയത് അന്നെ. അങ്ങനെ ആരാ? കോക്ക് വളർത്തിയതാണ് എന്റെ അക്കൂനെ. അപ്പൊ അതിന് വേണ്ട, ഇവര് ഇറങ്ങി കഴിഞ്ഞിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ പോവാട്ടോ, ഞങ്ങൾ പോവാട്ടോ. ചാൻഡാ, ചന്തു ചാറ്റാ. അമ്മ ബൈ. ചിക്കുവിന്റെ ഈ ഡ്രസ് എങ്ങനെയുണ്ട്? ഇത് വീണ്ടും ശ്രീ ചേച്ചി എനിക്ക് തന്ന ഡ്രസ്സാ. എന്നെ ചതിച്ചതാണ്. എനിക്ക് തന്നെ താങ്ങരുത് കേട്ടോ. മുന്നേ ശ്രീ ചേച്ചി ഒന്ന് എന്നെ ചതിച്ചു. ഇത് നല്ല രസമല്ല? സുഭാഷ് ഏട്ടൻ പറഞ്ഞു അമിതാഭ് ബച്ചന്റെ ഡ്രസ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാ. എന്നിട്ട് എനിക്കൊന്നും എനിക്ക് കൊള്ളുന്നില്ല ഇപ്പൊ, തടി കൂടി. അതാണ് ചേച്ചിമാരുള്ളതിന്റെ ചില ഗുണങ്ങളാണ് ഇതൊക്കെ അല്ലേ. എന്നാ ശരി കേട്ടോ, ബൈ. ആ എന്നെ വിളിക്കണ. ബൈ ബൈ. ഞാൻ 10,000 രൂപയ്ക്കോ? ആ വേണം വേണം. എന്താണ്? ബുക്കും പേപ്പറൊക്കെ ഉണ്ടോ? ഇത് എന്തുകൊണ്ടാ നിങ്ങള് വിൽക്കുന്നേ? അതുകൂടി പറ. ഇനോവ ക്രിസ്റ്റ എടുക്കാൻ വേണ്ടി വിൽക്കണതാ? എനിക്ക് പൊളിച്ചു പഠിക്കാൻ ഒരു വണ്ടി വേണം. ഉള്ളെടുക്കാം, അവിടെ തൊട്ട് എടുക്ക്. ഇതാട്ടോ വണ്ടിക്കാര്. ബൈ ബൈ. ഫ്ലൈങ്കീസ് തരൂ. വെരി ഗുഡ്. അക്കുടാ ബൈഡാ. പോട്ടെ, ബൈ. ഇല്ല, ഞാൻ ശ്രമിക്കാം. ഇങ്ങനെയൊക്കെ വിളിച്ചാൽ ശരി. കട്ട്ലേറ്റ് ഉണ്ടോ? നന്ദയ്ക്ക് എന്താ വാങ്ങിച്ചു കൊടുക്കൂ? നന്ദയ്ക്ക് എന്താ വേണ്ടേ? ചായ വേണ്ടേ? നെല്ലിക്കയാണോ വേണ്ടേ? കടിച്ചോക്ക്. ഇത് ചൂടില്ല, കടിച്ചോക്ക്.
കായവജി അത് ചായ വേണോ? നിന്റെ ചായ ഇനി എടുത്ത് കുടിക്കരുത് കേട്ടോ. അങ്ങനെ എടുത്ത് കുടിച്ചാൽ അടി കിട്ടും ചേർന്ന്. ചൂടുണ്ടോ? എന്തിത്ര നാടകം എന്താ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ചൂടാക്കി തരും. എങ്ങനെയുണ്ട് നന്ദ? എങ്ങനെയാക്കോ കുടിക്കുന്നേ? ചൂടാണോ? പിന്നെ ഫലം തുറന്നു. അപ്പൊ ഈ സൈഡിൽ ഇരിക്കണ്ട ബിക്കോസ് ബിക്കോസ് മീനുണ്ട്. രാവിലെ തന്നെ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞിരുന്നില്ലേ? വണ്ടീന്റെ ഓണേഴ്സ് ഒക്കെയാണ് കേട്ടോ അവിടെ. ഇവര് രണ്ടാളും സെയിം പ്രായം. എനിക്ക് 10 വയസ്സ്. ആ കണ്ടാലും പറയും. 26 വയസ്സ്. വയസ്സാരും ചോദിച്ചില്ല. സുഭാഷിയുടെ ബനിയൻ തിരിച്ചായിട്ടിരിക്കണേ. മനസ്സിലായി. തിരക്കോട്ടാവൂല്ലേ? മഴ ആയതുകൊണ്ട് ബാക്കി 4 പേരും ഇത് നമ്മുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇവിടെ വള്ളിക്കാടുള്ള ഫ്രണ്ട്സ് ആണേ. എന്റെ പേര് പറയണ? രാഹുൽ. മനു. മനു. ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ വന്നത് വരാട്ടോ. കാറില് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ആള് നന്നായി പാട്ട് പാടേ. അപ്പൊ ഞാനൊരു പാട്ട് പാടിക്കുകയാണ്. ബെൻസിൽ വന്നത്. ഇവരെ ബെൻസാണ് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ബെൻസ് എന്ന് പറഞ്ഞ് കളിയാക്കരുത് കേട്ടോ. ആ വണ്ടി ബെൻസ് എന്ന് പറഞ്ഞ നിങ്ങൾ വണ്ടീനെ കളിയാക്കരുത്. ആ വണ്ടി ഞങ്ങൾക്ക് ഇവിടെ അത്രയും അത്യാവശ്യവും ഈ വള്ളിക്കാടിന് മൊത്തമുള്ള ഒരു വണ്ടിയാണത്. കമ്പനി വണ്ടിയാണ്. എല്ലാവർക്കും ഹെൽപ്പിനായിട്ട് എത്തുന്ന, അതാണ് എല്ലാവർക്കും ഏത് ഹെൽപ്പിനും ഓടിയെത്തുന്ന വണ്ടിയാണ് കേട്ടോ അത്. അല്ല, ആള് പാടും. അപ്പൊ ഞാൻ ഏതായാലും ഒരു പാട്ടും കൂടി അതിന്റെ കൂടെ പാടിപ്പിക്കുന്നതാണ്. നീ എന്തോ ഒരു കഥ പറഞ്ഞില്ലേ ഒരു പാട്ടിനെ കുറിച്ച്? ഗിരീഷ് പുത്തഞ്ചേരി. നീ ഒരു കഥ പറഞ്ഞില്ലേ അതിനെ കുറിച്ച്? ആ പാട്ടിനെ കുറിച്ച് 3 പെൺമക്കള് ഒരു ആങ്ങളെ. അതല്ല, അത് മനസ്സിലായി. നീ പറഞ്ഞില്ലേ എങ്കിലും ബിജു വാര്യറിന്റെ ഇല്ലത്തേക്ക് വരുമ്പോ ആ പാട്ടിനെ കുറിച്ച് എന്തോ പറഞ്ഞില്ലേ? മോഹിനിനെ കെട്ടാൻ വേണ്ടി വരികയാണ്. അപ്പൊ ഗിരീഷ് പുത്തഞ്ചേരി വരികളെ വർണ്ണിക്കാണ്. ഗിരീഷ് പുത്തഞ്ചേരി മറ്റേ വരികളെ എഴുതി ജോൺസൺ മാഷാണ് സംഗീതം കൊടുക്കുന്നത്. എന്താ വെച്ചാൽ മലയാള സിനിമയിലെ നമുക്ക് തീരാ നഷ്ടമാണ് രണ്ടാൾക്കാർ, ജോൺസൺ മാഷും അതേമാതിരി ഗിരീഷ് പുത്തഞ്ചേരി. എന്താ വെച്ചാൽ നമുക്ക് ഇനി അതുപോലെ ഒരു 2 പ്രതിഭകൾ നമുക്ക് വരാൻ പോണില്ല. അതെന്താ വെച്ചാല് അതിന് പറയണത് എന്താ വെച്ചാല് ക്ഷയിച്ചു കിടക്കുന്നത് ഇല്ലാണ്. അതായത് മോഹിനിയുടെ കല്യാണം മുടങ്ങാണ്. കല്യാണം മുടങ്ങുന്ന സമയത്ത് ബിജുമാനൻ വന്നിട്ട് പറയാണ് ഞാൻ അവളെ കല്യാണം കഴിക്കാം. പക്ഷെ ഇല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. വലിയ ഇല്ലാണ്, പക്ഷെ ഇല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില് ഗിരീഷ് പുത്തഞ്ചേരി വരികളെ വർണ്ണിക്കാണ്. അതില് എന്താ വെച്ചാൽ എന്താ ക്ഷയിച്ചു കിടന്നൊരു ഇല്ലത്തേക്ക് മോഹിനി കേറി വരുന്നതിനെ പഴങ്കാലം വെച്ച് കേറി വരികയാണ്. അതിനെ വർണ്ണിക്കാണ് മറ്റേ ഗിരീഷ് പുത്തഞ്ചേരി. പാഴിരുൾ വീഴുമീ നാലുകെട്ടിൽ
നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി. അതായത് ശയിച്ചേർന്ന വെള്ളത്തേക്ക് ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. വലങ്കാല് വെച്ച് കയറിയായിരുന്നു, വലത് കാല് വെച്ചിട്ട്. നിന്റെ പാദങ്ങൾ അപ്പൊ തൊട്ടപ്പോൾ പൗർണമിയായി. പൗർണമിയായി. നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ, നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ മച്ചില ശ്രീദേവിയായി മംഗലപ്പാലയിൽ മലർക്കുളമായി മണിനാഗക്കാവിലെ മൺവിളക്കായി രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നറുദീപം നീട്ടി നാലില്ല കോലായി പൂവേലി പുൽപ്പായിൽ നവമിനിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപ തീർത്ഥമായി നിറഞ്ഞു രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. എന്തായാലും സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ടോ. ആയിക്കോട്ടെ, ശരി. ഓക്കെ ചേച്ചി നമ്മളെ കൊണ്ട് പഠിപ്പിച്ചോ. അക്കോ നീർക്കോലി ഉണ്ടാവും കേട്ടോ, നീർക്കോലി. അക്കോ അനക്ക് ഏലിയനെ പേടിയല്ലേ? ചിലപ്പോ ബാക്കിലുണ്ടാവും. അന്റെ ഈ വേഷം കാണുമ്പോ വേറെ ഏലിയനാന്ന് കരുതി വരും. ഭയങ്കര ധൈര്യം അഭിനയിക്കല്ലേ. നന്ദയ്ക്ക് മഴയത്ത് പോണോ? വേണ്ട, നന്ദയ്ക്ക് വേണ്ട. പനി വരൂല്ലേ? പനി വരാൻ നീ അക്കൂനും കൂടിയേ ബാക്കിയുള്ളൂ. അക്കു അത് ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പനി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോകില്ല, ഇവിടെ ഇട്ടിട്ട് പോട്ടോ. പണ്ട് അമ്മയൊക്കെ ഇട്ടിട്ട് പോയില്ലേ? പണ്ട് അമ്മ ഇട്ട് പോയില്ലേ അക്കു? അതുപോലെ ഇട്ട് പോട്ടോ. പഠിച്ച സ്കൂളില്ലേ ഇവിടെ? കാണിച്ചു തന്നില്ലേ? അവിടെ പോവാട്ടോ. ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ ടക്കു. ഗുഡ് നൈറ്റ് പറ. ഫോണും വേണ്ട, ഇനി ഒന്നും വേണ്ട. ഗുഡ് നൈറ്റ്. അക്കു കേറി 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 ഉറങ്ങാ. വാ അക്കു, വാ അക്കു. വാ. അയ്യോ, തല പൊട്ടിയോ?